ഇത് ഒപ്പോ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഫൈൻഡ് X8. ഫോട്ടോഗ്രാഫിയും AI ആണ് ഇതിൻ്റെ മെയിൻ. ഞാൻ ഇതിൻ്റെ ക്യാമറ യൂസ് ചെയ്തത് മാൻ കില്ലർ. X8ന്റെ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഒരു രക്ഷയില്ല, ഗംഭീര ഫോട്ടോസ്. ഹാസൽബ്ലേഡുമായിട്ട് കോ ഡെവലപ്പ് ചെയ്തെടുത്ത 50 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറയാണ് ഇതിനകത്തുള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വരുന്നുണ്ട്. ഈ ഫോട്ടോസിനകത്ത് ഒരു എഡിറ്റിംഗ് ചെയ്തിട്ടില്ല, ക്യാമറയുടെ സെറ്റിംഗ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് എടുത്ത് ക്യാമറ ഓണാക്കി എടുത്ത ഫോട്ടോസാണ്. അസാധ്യ ഡീറ്റെയിലിംഗ്. മെയിൻ ക്യാമറയും അൾട്രാവൈഡ് ക്യാമറയും 3x ഒപ്റ്റിക്കൽ സൂമുള്ള പെരിസ്കോപ്പിക് ക്യാമറയുണ്ട്. എല്ലാത്തിനകത്തും സൂപ്പർ ഡീറ്റെയിലിംഗ് ആണ്. അത് മാത്രമല്ല 32 മെഗാ പിക്സൽ യൂസ് ചെയ്തിരിക്കുന്നതിന്റെ സെൽഫി ക്യാമറയിലും ഹാസൽബ്ലേഡിന്റെ കളർ സയൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും കിഡില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി ക്യാമറ. ഇനി ഡിസൈനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു ബോക്സി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ഗൊറില്ല 7യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ അലേർട്ട് സ്ലൈഡർ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 4500 പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതുപോലെ നല്ല തിൻ ബെസൽസും ആണ്. അലൂമിനിയം ബോഡിയാണ്. IP6869 സ്പ്ലാഷ് പ്രൂഫ് ആണ്. Dimensity 9400 3 നാനോമീറ്റർ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. പറക്കും. 256 GB മുതൽ 1 TB വരെ വൈഡ് റേഞ്ച് ഓഫ് മെമ്മറി അവൈലബിൾ ആണ്. അതുപോലെ UFS 4.0 സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ലാഗ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് 5630 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ട്സിന്റെ ചാർജറും കേബിളും ബോക്സിലുണ്ട്. 50 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ട്സ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് മോഡലിന്റെ പ്രൈസിംഗ് വരുന്നത് 70,000 രൂപയാണ്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട്സും എക്സ്റ്റൻഡഡ് വാറന്റി പോലുള്ള കുറേ ബെനിഫിറ്റ്സ് ഒക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെ സ്പെക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ ക്യാമറയുടെ മുമ്പിൽ എല്ലാം നിഷ്പ്രഭമാണ് ഗൈസ്. എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു.